ഇവർക്ക് എന്തു പറ്റി? അഹങ്കാരം പിന്നെയും തുടങ്ങിയോ? ആ മീനാക്ഷി, എന്റെ കാലൊന്ന് വേഗം തടവി തന്നേ. എന്തോ എന്താ പറഞ്ഞേ? എന്റെ കാലൊന്ന് തടവി തരാൻ. എനിക്ക് സൗകര്യമില്ലെങ്കിൽ? സൗകര്യം ഇല്ലെങ്കിലേ നീ ഇപ്പൊ വിവരം അറിയും. മര്യാദയ്ക്ക് കാല് തടവി തടി. അത്രയ്ക്കായോ? നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ എന്താ എന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് മൊബൈല് നോക്കുന്നത്? എന്താ ഒരു ടെൻഷൻ? എന്നെ വിരട്ടാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആ വീഡിയോ കാണുന്നില്ലല്ലേ? ആ വീഡിയോ കാണുന്നില്ലല്ലോ. അയ്യോ അയ്യോ, അതെ, ആ വീഡിയോ സ്വാഹ, അത് മാഞ്ഞുപോയി. ആ ഒരായുധം വെച്ച് നീ എന്തോരോ എന്നെ തീ തീറ്റിച്ചത്. ഞെട്ടി ബോധം കെട്ടി വീഴണ്ട. വീണാലേ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനത് ലാപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? വീണ്ടും അഹങ്കാരം കാണിച്ച് എന്റെ നേരെ വന്ന ദേ ഈ കണക്ക് കൂടി ചേർത്ത് ഞാൻ തിരികെ തരും. അതുകൊണ്ട് പത്തി വിരിച്ചാടണ്ട. ആ, ഞാൻ കുറെ സ്നാക്സിനും ഫുഡ് ഐറ്റംസിനും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ വരും. ജിങ്കിടി വാവേന്നൊക്കെ വിളിക്കും. നിനക്കൊരു പേര് വേണ്ടേ മോളെ? അല്ലാതെ നിന്നെ എങ്ങനെ വിളിക്കും? എല്ലാവരും 28 കെട്ടി കുഞ്ഞിന് പേരിടും. നൂലുകെട്ട് ചടങ്ങെന്നാ അതിന്റെ പേര്. ഇവിടെ അങ്ങനെ ചടങ്ങ് നടത്താനും നിനക്കൊരു നല്ല പേരിടാനും ഒന്നും നിന്റെ അച്ഛന് ആഗ്രഹമില്ല. അങ്ങേർക്ക് നിന്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അല്ലെങ്കിൽ ആ ചടങ്ങ് ഇനിയും നടത്താതിരിക്കോ? അതിത്ര വൈകിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ആരും അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ആരും എന്നെ ഉപദേശിക്കാനും വരണ്ട. 28 കെട്ടും പേരിടിയിൽ ചടങ്ങൊക്കെ ഞാൻ കൃത്യസമയത്ത് നടത്തും. മൈഥിലി, എടീ എന്താ ഇത്? നീ കരയാതെ. നീ കരയുമ്പോ എന്റെ ഉള്ളിലെ ഒരു നീറ്റല്. നീ കരയാതെ കാര്യം പറ. ഇവിടുത്തെ അമ്മ നമ്മളെ കരുതിയത് പോലൊന്നും അല്ല വൈശാഖി. അമ്മ ഈയിടെയായി എന്നോടെന്തോ പക തീർക്കും പോലെയാ. എന്നുവെച്ചാ അവരിവിടുത്തെ മുഴുവൻ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരു സെക്കൻഡ് ഞാൻ വെറുതെ ഇരിക്കാൻ
അവര് സമ്മതിക്കുന്നില്ല. അടിച്ചു തൂപ്പും ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും അത് കഴിഞ്ഞ് ആ പ്രതിമകളിൽ പെയിന്റിങ്ങും ഞാൻ മടുത്തു. നീ മടുക്കണം. അതിനാണല്ലോ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് വയ്യടാ വൈശാഖ്. ഞാൻ ഇത്തരം ജോലികളൊന്നും ചെയ്തിട്ടില്ല. എന്റെ വീട്ടിലാണെങ്കിലും ചമ്പകമംഗലത്താണെങ്കിലും ഈ വക ജോലികളൊന്നും ചെയ്യാൻ ആരും എന്നെ അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ അമ്മ ഒരു സർവന്റിനേക്കാൾ കഷ്ടമായിട്ടാ എന്നെ കാണുന്നത്. എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല വൈശാഖെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം. മാറിയേ പറ്റും. ആ സ്ത്രീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. അവര് ആദ്യം നമ്മളോട് കാണിച്ച സ്നേഹമൊന്നും പിന്നീട് കാണിക്കുന്നേ ഇല്ല. ഏതായാലും നീ ഒരു 2 ദിവസം കൂടി ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കുക. നമുക്ക് മാറാം. ഇവിടെ നിന്ന് നിന്നെയൊന്നും അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ.